സേവ്യ സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്ന അമ്മച്ചി ഇന്നത്തെ സേവ്യ സംഘം ഇത്രത്തോളം വളർന്നു കൊണ്ടുവരുവാനോ സാധിച്ചതിൽ ഒരു നല്ല പങ്ക് അമ്മച്ചി വഹിച്ചിട്ടുണ്ട്. പഴങ്ങരക്കര സേവ്യ സംഘം പങ്കുചേരുകയും അവർക്ക് നിത്യമായ സമാധാനം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം സേവ്യ സംഘത്തിൻ്റെ അനുശോചനം ഈ സമയം അറിയിക്കുകയും ചെയ്തുകൊള്ളട്ടെ. പ്രിയ മാതാവിൻ്റെ കൊച്ചുമകൻ ഡോക്ടർ തമ്പി തോമസ് കോമൻ അനുശോചനം. മാർച്ച് 10 ജനിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയ വെല്ലമച്ചി. എൻ്റെ ബാല്യകാലത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെയധികം സ്നേഹവും കരുതലുമൊക്കെ ഈ പ്രിയ മാതാവിന് കൂടി ലഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി പ്രാക്ടീസ് ചെയ്തിരുന്നത് ഒരു ലളിതമായ ക്രിസ്തീയ ജീവിതമായിരുന്നു. Where she always showed a concern for others. അമ്മച്ചിയുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ കൂടി അനേക ജീവിത മൂല്യങ്ങൾ എനിക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ അമ്മച്ചിയുടെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ അത് കൂടുതൽ പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നത് സമയമുള്ളപ്പോഴൊക്കെ അമ്മച്ചിയോടെ സമയം ഇരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അമ്മച്ചി വളരെ ഉത്സാഹത്തോടുകൂടി അമ്മച്ചിയുടെ കുടുംബത്തെ കുറിച്ചും എല്ലാവരുടെയും ഉപരിയായി കുടുംബ ബന്ധത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. ആ അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പാറയുടെ കുടുംബമായ അമ്മച്ചി ഈ കുടുംബം കൂടുതലായിട്ട് എല്ലാവരുടെ ഇടയിലും അറിയപ്പെടുന്ന മലയാളി കുടുംബം എന്നാണ്. ഇവിടെ കുമ്പളനാട്ട് സെറ്റിലായിരിക്കുന്ന ഫാമിലിയാണ്. പലതരായ തോമാച്ചനും അപ്പച്ചന് അതുപോലെ തന്നെ അന്നമ്മ അമ്മച്ചി ഈ ദമ്പതികൾക്ക് ജനിച്ച മാതാവാണ് ഞങ്ങളുടെ അമ്മച്ചി. 7 പെൺമക്കളും 2 ആൺമക്കളും അടങ്ങുന്ന ഒരു ക്രിസ്തീയ കുടുംബമായിരുന്നു. മൂത്ത അമ്മച്ചിയുടെ കുഞ്ഞാമ്മച്ചി കോലത്ത്, രണ്ടാമത്തെ അമ്മച്ചി രാധയമ്മ ഈറയ്ക്കൽ നടുവിലേക്ക് വീട്ടില്, മൂന്നാമത്തെ ഏരിയാമ്മ അമ്മച്ചി മലയാറ്റൂര്, 4ാമത്തെ ആയിരുന്നു ഞങ്ങളുടെ അമ്മച്ചി, 5ാമത്തത് ശോശാമ്മച്ചി മല്ലപ്പള്ളി ചേന്നക്കുഴി, 6ാമത്തത് ചിന്നമ്മ അമ്മച്ചി മാവേലിക്കര പുതുവേലി. ഈ അമ്മച്ചിമാരുടെ ഒക്കെ മക്കള് കൊച്ചുമക്കളൊക്കെ ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതുകൂടാതെ അമ്മച്ചിയുടെ ഏറ്റവും വലിയ സഹോദരിയായ കീഴൂർ പള്ളിക്കൽ കുടുംബാംഗമായ അന്നമ്മ അമ്മച്ചി ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അന്നമ്മച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 ആളുകളുള്ളത്, ഒരാൾ മലേഷ്യയിലായിരുന്നു, അവിടെ വെച്ച് മരിച്ചുപോയി. മറ്റേ സഹോദരൻ അപ്പച്ചൻ ഇവിടെ നാട്ടിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പച്ചൻ്റെ 2 മക്കൾ ഇവിടെ കടന്നുപോകുന്നതായിട്ട് എനിക്കറിയാം. ജീവിതത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അമ്മച്ചി 16 വയസ്സൊക്കെ ആയപ്പോഴേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അമ്മച്ചിയാവും. അന്ന് മുതലേ നമ്മുടെ കോഴിക്കൽ അച്ഛൻ പറഞ്ഞതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ സന്തോഷത്തോടെ ധൈര്യത്തോടെ നേരിട്ടുകൊണ്ട് ഒരു നല്ല കുടുംബജീവിതം കെട്ടി ഉയർത്തിയ ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയ വെല്ലമച്ചി. എല്ലായ്പ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുടുംബ ബന്ധത്തെ ശക്തപ്പെടുത്തുവാനായിട്ടുള്ള സന്ദേശം അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ആ സന്ദേശം തരുമായിരുന്നു. ഓർമ്മയുടെ മകൻ അല്ലിയുടെ മകൻ, അതായത് അമ്മച്ചിക്ക് കാണുവാൻ സാധിച്ചായിട്ടുള്ള 4th ജനറേഷനാണ്. ഞങ്ങൾക്ക് ഏവർക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ലളിത ജീവിതത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തിത്വത്തെ എല്ലായ്പ്പോഴും ഈ അമ്മച്ചിൽ കൂടി കാണുവാനായിട്ട് സാധിച്ചു. അമ്മച്ചിയുടെ അനിയത്തിയായ കുടുംബാംഗങ്ങളുടെ സ്നേഹം അറിയിക്കും. രാജാവിന്റെ പ്രത്യേക സ്നേഹം അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അച്ഛൻ്റെ കുടുംബമാണ് കഴിഞ്ഞ ഏകാലം വർഷമായിട്ട് അമ്മച്ചിയെ വേണ്ടിയുള്ള പ്രത്യേക കെയർ എടുത്തിരുന്നത്.
എൻ്റെ പിതാവ് വാർദ്ധക്യം മൂലം ഇന്നിവിടെ കടന്നുകൊണ്ടായിട്ട് സാധിച്ചിട്ടുള്ള എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള സ്നേഹവും അനുശോചനവും മൂഴിക്കൽ കുടുംബത്തിലെ ഏവരോട് അറിയിക്കുകയും ഉപരിയായി സെന്റ് തോമസ് മാർത്തോമാ പ്രസിഡന്റോടായിട്ട് ഓണററി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എൻ്റെ അനുശോചനം അറിയിച്ചുകൊള്ളു. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൽ സ്നേഹവന്ദനം. ഈ പ്രിയ മാതാവിൻ്റെ അവതാരങ്ങളെ സംബന്ധിച്ച് പല ആളുകളോട് സംസാരിച്ചു. എന്നാൽ ഈ പ്രിയ മാതാവ് ഉൾപ്പെടുന്ന മൂഴിക്കൽ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഈ ഇടവയിൽ റാന്നി സമൂഹത്തിനും ലഭിച്ച സേവനങ്ങളെ പറ്റി ചുരുക്കമായി പറയുന്നത് സംഗതമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട എം വി തോമസ് അച്ഛൻ പറഞ്ഞതുപോലെ കുറിയന്നൂരിൽ നിന്നും വന്ന പിതാവിന്റെ 2 മക്കൾ, ആ 2 മക്കളിലെ ഒരു മകൻ കുഞ്ഞിമന്റെ മകനാണ് നമ്മുടെ ഇന്ന് ഇവിടെ നാം സന്നിഹിതനായിരിക്കുന്ന പ്രിയപ്പെട്ട KT ജയിപ്പച്ചന്റെ പിതാവ് ശ്രീ KK തോമസ്. KK തോമസ് ഈ ഇടവയ്ക്ക് ചെയ്ത നിസ്തുലമായ സേവനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴെ ഞാനിവിടെ പറയുവാൻ പോയാൽ അത് നിങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടാക്കും, സമയം കൊണ്ട് മാത്രം. പിതാവായ കുഞ്ഞിമൻ ചാക്കോയുടെ 3 മക്കളെ പറ്റി ഇവിടെ പറഞ്ഞു. കുഞ്ഞിമൻ ചാക്കോ ഈ ഇടവയുടെ പ്രാരംഭ പ്രവർത്തകരിലെ സംഘാടകരിലെ ഒരാളായിരുന്നു. അന്ന് ക്രിസ്തോസ് ഇടവക ആരംഭിച്ച കാലഘട്ടമായി. ക്രിസ്തോസ് ഇടവക ആരംഭിക്കുന്ന ഘട്ടത്തിലും അതിന് സഹായം നൽകിയത് ഈ മൂഴിക്കലെ കുഞ്ഞിമൻ ചാക്കോ അഥവാ ഈ മാതാവ് ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ കുടുംബത്തിന്റെ ദത്വച്ചായന്റെ പിതാവ് ആകുന്നുള്ള കാര്യം സന്തോഷത്തോടുകൂടി സ്ഥാപിക്കുന്നു. ഈ ഇടവയുടെ ആരംഭം സൺഡേ സ്കൂളിൽ അധിഷ്ഠിതമാണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. SE മിഡിൽ സ്കൂൾ ആരംഭിച്ചത് അങ്ങനെയാണ്. ആ സ്ഥലവും കൂടി ഉൾപ്പെടുത്തിയാണ് സ്കൂളിന് ആവശ്യമായ സ്ഥലം ഗവൺമെന്റ് രേഖപ്പെടുത്തുവാനുള്ള പോകണം സഹായമായുള്ള കാര്യം പ്രത്യേകം സ്മരണീയമാണ്. പിന്നെ ഭർത്താവ് നമുക്കൊക്കെയും പ്രിയങ്കരനായിരുന്ന ദത്തോസുപ്പാപ്പൻ ഈ ഇടവയുടെ 1988 ട്രസ്റ്റി ആയിരുന്നു. അദ്ദേഹം ഈ ഇടവകയ്ക്ക് ചെയ്ത നിശ്ചിതമായ സേവനങ്ങളെ പറ്റിയൊക്കെ ഞാൻ പ്രത്യേകമായി പറയുവാനായി ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഒരു നല്ല സന്നദ്ധ സുവിശേഷ പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്നവർ റാന്നിയുടെ ആധ്യാത്മിക, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ അദ്വിതീയമായി പ്രവർത്തിച്ചുകൊണ്ട് ആവശ്യമായ നേതൃത്വം നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടും വളരെ നന്ദിയോടുകൂടെ പറയുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കും. പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുവെങ്കിൽ കഴിഞ്ഞ 102 വർഷം അതിൽ ഒരു മനുഷ്യ ആയുസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുസ്, സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ അനുഭവമാണ്. ജീവിതത്തിന്റെ അവസാന സന്ധ്യയിൽ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുക എന്ന് പറയുന്നത് ആഗ്രഹിക്കത്തക്ക കാര്യമാണ്. ഞാൻ ചില സന്ദർഭങ്ങളിൽ ആ ഭവനത്തിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടു കൂടി അവിടെ വന്നിരിക്കുന്ന ആളുകളെ സ്വീകരിക്കുവാൻ തക്കുന്ന വലിയ മാതാവ് കാട്ടുന്ന കൃഷ്ണയും സന്തോഷവും ഒക്കെയും എൻ്റെ സ്മൃതി മണ്ഡലങ്ങളിൽ ഉയർന്നുകൂടി. തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ അവിടെയുള്ള കൊച്ചുമക്കളിൽ ചിലരെയൊക്കെ പഠിപ്പിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ നിന്ന്, പ്രിയ മാതാവിൽ നിന്ന്, പ്രിയ മാതാവ് ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് റാന്നിക്കും പഴവങ്ങാടിക്കര ഇടവയ്ക്കും റാന്നിയിലെ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പുറത വേദവസ്തുവും മാത്രം കൈമുതലാക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച പ്രസ്ഥാനങ്ങളായ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ശക്തിയും തേജസ്സും നൽകിയ ഈ കുടുംബത്തെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ ഇടവകയുടെ അനുശോചനം അറിയിക്കുകയും
യഥാർത്ഥ സൂചകമായി ഇടവക ട്രസ്റ്റി ശ്രീ റെഞ്ചി ഇവിടെ മൃതശരീരത്തിൽ റീത്ത് സമർപ്പിക്കുകയും ചെയ്തതായി. തുടർന്ന് കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഹോദരിമാരെ നമ്മുടെ പ്രത്യാശയമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുടുംബജീവിതത്തിൽ കൂടി 8 മക്കളെ കൂട്ടി വളർത്തുന്നു. മക്കളെയും കൊച്ചുമക്കളെയും അടുത്ത മക്കളെയും ആദരവോടെ കണ്ട് നമ്മളെ അനുഗ്രഹിച്ച പ്രിയ മാതാവ് തന്റെ 102-ാം വയസ്സിൽ വെച്ച ദൈവസന്നിധിയിൽ ഒരു മാസം 6-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 7 മണിക്കൂടി മാറ്റപ്പെട്ടിട്ടുണ്ട്. പ്രിയ മാതാവിന്റെ ദേവയോഗത്തിൽ ഇന്ന് നടക്കുന്ന ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ കൂടി നേരിൽ കടന്നുവന്ന സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാ മതവ്യക്തികൾക്കായും ബന്ധുമിത്രായികൾക്കായും പഴമനാഴ്ച ഇമ്മാനുവേൽ മതമായ ഇടവക വികാരി ബഹുമാനപ്പെട്ട NK ജേക്കബ് അച്ഛൻ, ഇടവാദങ്ങൾ ഇടവക ചുമതലക്കാർ, ഞാൻ കൂടി നടക്കുന്ന അക്കായങ്ങളും ഉച്ചാരണം മുന്നിലുള്ള ബഹുമാനപ്പെട്ട അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടവക ചുമതലക്കാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർക്കായി ഇടവക സന്ദർശകർ കുടുംബാംഗങ്ങൾക്കായും മണിക്കൂർ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദിയും പുറപ്പാടും അറിയിച്ചു. തുടർന്ന് ഒരുക്കിയിരിക്കുന്ന വലിയ ഛായാചിത്രകാരനും ഏവരും പങ്കുചേർന്ന് ഞങ്ങളെ വാർത്തകളെ പ്രത്യേകം അറിയിച്ചു. I
ദൈവമേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ദൈവമേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ഞങ്ങളെ മനുഷ്യരിലേക്ക് എതിരിക്കുകയും ചെയ്യണമേ. സന്താനങ്ങൾക്ക് കാലത്തെ മരണത്തിന്റെ കാസായി എത്ര കൈപ്പുള്ളതാകുന്നു. സന്താനങ്ങളോടുകൂടി പറഞ്ഞിരിക്കും. എന്നാൽ ഭാഗ്യവാനായ വേർപാടിന്റെ
സർവശക്തന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ മസിയാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ജീവനുണ്ട്. അവനായിരിക്കും വരാതെ പടർന്ന ജീവനിലേക്ക് കടന്നിരിക്കുന്ന ലക്ഷ്യനായ നമസ്കാരം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ സകല വിശ്വാസങ്ങളും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ദേവനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ കീർത്തനത്തിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയേലായിസോ എന്ന് ചൊല്ലണം. ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥൻ